മെസ്സിയുടെ വരവിനായി കാത്തിരിക്കുകയാണെന്ന് ഇന്ത്യൻ ഫുട്ബോളർ CV പാപ്പച്ചൻ പറഞ്ഞു. ഫുട്ബോൾ ലോകത്തിന് ആവേശമുണ്ടാക്കുന്ന വരവാണ് മെസ്സിയുടേതെന്നും പാപ്പച്ചൻ പറഞ്ഞു. റിപ്പോർട്ടർ TV മുൻകൈ എടുത്തതുകൊണ്ടാണ് മെസ്സിയെ കാണാൻ അവസരം ലഭിക്കുന്നതെന്നും പാപ്പച്ചൻ കേട്ടുവരാം. മെസ്സി കേരളത്തിലേക്ക് എത്തുന്നു. ഇന്ത്യൻ ഫുട്ബോളർ CV പാപ്പച്ചൻ നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷകൾ പങ്കുവയ്ക്കാൻ വലിയ വാദപ്രതിവാദങ്ങൾ വരുമോ ഇല്ലയോ എന്നുള്ള ഇതെല്ലാത്തിനു ശേഷം കേരളം ആഗ്രഹിച്ചിരുന്ന ഒരു സ്വപ്നത്തിലേക്ക് നടന്നെടുക്കുകയാണ്. തീർച്ചയായിട്ടും ഈ പറഞ്ഞതുപോലെ നമ്മുടെ മുമ്പ് പല കളിക്കാരും നമ്മുടെ ഇപ്പോൾ മറഡോണ വന്നിട്ടുണ്ട്. അപ്പോൾ മെസ്സി എന്ന് പറഞ്ഞ ഒരാളെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് മെസ്സി നമ്മുടെ കേരളത്തിൽ വരുന്നില്ല, മറ്റുള്ള സ്റ്റേറ്റിൽ പോകുമെന്നാണ് അറിഞ്ഞത്. പക്ഷേ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അറിഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ ട്രിവാൻഡ്രത്താണ് അറൈവലുള്ളത്. പക്ഷേ തീർച്ചയായിട്ടും നമ്മുടെ കളിക്കാർക്ക് എല്ലാവർക്കും വളരെ ബൂസ്റ്റിംഗ് ആണ്. കാരണം ഇപ്പോൾ മെസ്സിയെ കണ്ടു പഠിക്കാനല്ല, ആ ഒരു വ്യക്തിയെ നേരിട്ട് കാണാനാണ്. കാരണം മെസ്സിയുടെ കളിയൊന്നും നമുക്ക് ആർക്കും ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതൊരു എക്സ്ട്രാ ഓർഡിനറി ഒരു കളിക്കാരനാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ നമ്മുടെ നാട്ടിൽ കാണാം എന്നുള്ള ഒരു വലിയൊരു എന്താ പറയുക ആഗ്രഹമാണ്. തീർച്ചയായിട്ടും അതിനുവേണ്ടി എഫോർട്ട് ഇട്ട എല്ലാവർക്കും ബിഗ് സല്യൂട്ടാണ്. കാരണം നമ്മൾ പ്രതീക്ഷ നഷ്ടപ്പെട്ടു. ഒരുപാട് വാദപ്രതിവാദങ്ങളുണ്ടായിരുന്നു. അത്ര പൈസ ചിലവാക്കി, ഇത്ര പൈസ ചിലവാക്കി, എന്നിട്ട് വരുന്നില്ല, വെറുതെയാണ് പോയി എന്നൊക്കെ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതിന് എഫോർട്ട് എടുത്ത എല്ലാവർക്കും വളരെ എന്താ പറയുക, നമ്മുടെ നാടിന്, കേരളത്തിന്, പ്രത്യേകിച്ചും നമ്മുടെ ട്രിവാൻഡ്രത്താണ് ഒരു ഹബ്ബായിട്ട് നിൽക്കുന്നത്. കാരണം നമ്മുടെ പണ്ട് ഏറ്റവും വലിയ ലീഗ് നടന്നിരുന്ന സ്ഥലമാണ് ട്രിവാൻഡ്രം. അപ്പോൾ അവിടെ തന്നെയാണ് വരുന്നതെന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം. ഇത് എത്രമാത്രം നമ്മുടെ ഈ ഫുട്ബോൾ പ്രേമികൾക്കിടയിലും ഫുട്ബോളിൻ്റെ വളർച്ചയ്ക്ക് ഒരു പുതിയ ഉണർവ്, കുറച്ച് കാലമായിട്ട് ഒരു ഡെഡ് മൂഡിലാണ്, അതിന് ഉണർവുണ്ടാക്കാൻ എത്രമാത്രം സഹായിക്കും? ഇത് ഒരു ഇൻഡിവിജ്വലിന് ഒരു ഗുണം കിട്ടില്ല. കാരണം ഒരു ഇൻഡിവിജ്വലിന് അതിനെ പെർഫോമൻസ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ ആ വ്യക്തിയെ കണ്ടിട്ട് നമ്മൾ അദ്ദേഹത്തിനെ ആരാധിക്കുകയാണ് നമുക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ഫാഷനിൽ നമ്മൾ കളിയിലേക്ക് ഇൻവോൾവഡ് ആണ്. അല്ലാതെ അദ്ദേഹത്തിൻ്റെ ഒരു ഗെയിമും ഒരു കളിയും ഒരു സ്കില്ലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അഡാപ്റ്റ് ചെയ്യാൻ പറ്റില്ല. തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരാൾ വ്യക്തികൾ വരുമ്പോഴാണല്ലോ, ഇപ്പോൾ നമ്മൾ വേൾഡ് കപ്പ് കാണുമ്പോഴാണല്ലോ നമുക്ക് കൂടുതൽ ആവേശം വരുന്നത്. ഫുട്ബോളായാലും ക്രിക്കറ്റ് ആയാലും ഏത് ഇവൻറ്റ് വന്നാലും, ഇപ്പോൾ അത്ലറ്റിക്സ് വന്നു, ഒളിമ്പിക്സ് വന്നാലും നമ്മളെല്ലാവരും വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഇങ്ങനൊരു കളിക്കാരൻ വരുമ്പോൾ നമുക്ക് ആ ഒരു ഇൻസ്പിറേഷൻ നമുക്കുണ്ടാവും. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഗെയിമായിട്ട് നമ്മുടെ കളിക്കാർക്ക് യാതൊരു ബന്ധവുമില്ല. കാരണം അതൊരിക്കലും സാധ്യമല്ല. അതുകൊണ്ടാണ് റിപ്പോർട്ടർ TV ഇതിനു വേണ്ടി എഫർട്ട് എടുത്ത സമയത്ത് ഒരുപാട് വിമർശകരുണ്ടായിരുന്നു, ഇതിനെ തള്ളിപ്പറയാനും എതിർക്കാനൊക്കെ ആയിട്ട്. അതിനെല്ലാം മറികടന്ന് കേരളത്തിൻ്റെ പൊതുവികാരത്തിലേക്ക് ഒപ്പം നിൽക്കുകയായിരുന്നു ചെയ്തത്. ഈ ഫുട്ബോൾ സമൂഹത്തിനെ എങ്ങനെ നോക്കിയാണ്? അത് തീർച്ചയായിട്ടും. കാരണം നമ്മൾ പിന്മാറിക്കഴിഞ്ഞാൽ ഒരിക്കലും ആരെങ്കിലും ഒരാൾ വേണം. നമുക്ക് എന്ത് കാര്യത്തിനായാലും നമുക്ക് ഫ്രണ്ടിൽ ഒരാൾ വേണം. അത് ഏത് ചാനലായാലും റിപ്പോർട്ടർ ആണെങ്കിലും അതിൻ്റെ എഫോർട്ട് ഇട്ടുകൊണ്ട് മാത്രമാണ് അതിന് ഇമ്പോർട്ടൻസ് വരുന്നത്. അതല്ലാതെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാര്യം നമ്മൾ പിന്മാറിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമുക്കിത് ഇത് കിട്ടില്ല. കാരണം ഒരാൾ വേണം എന്തിനായാലും. ഇപ്പോൾ ഒരു കോച്ച് ഒരു കളിക്കാരൻ്റെ കൂടെ നിന്നാൽ മാത്രമേ അയാൾക്കൊരു ബൂസ്റ്റിംഗ് കിട്ടുള്ളൂ എന്ന് പറഞ്ഞ വരെയും അതിന് മെനക്കെട്ടുള്ളതുകൊണ്ടാണ് നമുക്കിപ്പോൾ ഈ നേട്ടം മെസ്സിയെ നമുക്ക് നമ്മുടെ നാട്ടിൽ കൊണ്ടുവരാൻ സാധിച്ചത്. മെസ്സിയെ കാണാൻ വലിയൊരു ജനസാഗരം തന്നെ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും. കാരണം നമ്മളിപ്പോൾ എല്ലാ കളിക്കാർക്കും ഫാൻസ് ഉണ്ട് ഇവിടെ. പക്ഷേ എന്നാലും മെസ്സി എന്നൊരു അന്ന് മറഡോണ വന്നപ്പോൾ തന്നെ അവിടെ വരുന്നത് നമ്മളെ ഫാൻസ് നോക്കിയിട്ടില്ല, നമ്മൾ ആ വ്യക്തിയെ കാണാൻ വേണ്ടി വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും മെസ്സിക്ക് അതിൻ്റേതായിട്ടുള്ള വലിയൊരു സമൂഹം നമ്മുടെ കേരളത്തിലുണ്ടാവും എന്നുള്ള ഉറപ്പാണ്. ഏതായാലും വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഫുട്ബോൾ ലോകവും മലയാളിയും ഒരുപോലെ കാത്തിരിക്കുകയാണ് ആ ദിവസത്തിന് വേണ്ടി. റിപ്പോർട്ടർ ജെയ്സൺ, റിപ്പോർട്ടർ തൃശ്ശൂർ. ഓക്കെ, താങ്ക് യു ജെയ്സൺ, താങ്ക് യു CV പാപ്പച്ചൻ.